അപ്പോൾ ചങ്ങായിമാരെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ രണ്ട് മൈക്ക് നോർമലി ബിഗിനേഴ്സ് ആയ ടെക്നീഷ്യന്മാരോടാട്ടോ, പ്രോ ടെക്നീഷ്യന്മാരോടല്ല. ബിഗിനേഴ്സ് ആയിട്ടും ഇപ്പോൾ ഫീൽഡിലേക്ക് വന്ന ടെക്നീഷ്യന്മാരോടാ. അവർക്കാണ് ഈ കൺഫ്യൂഷൻ വരിക. ഈ രണ്ട് മൈക്ക് കണ്ടോ, ഈ രണ്ട് മൈക്ക് കാണുമ്പോൾ രണ്ടും ഡിഫറെൻറ്റാണ്. നോട്ട് 10 പ്രോ മാക്സ്, റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് അങ്ങനത്തെ മോഡലിൽ ഈ 3 ലെഗ് കാണുന്ന മൈക്ക് കാണാൻ പറ്റും. ആ മൈക്കൊക്കെ നമുക്ക് ഈ J2-ൻ്റെ മൈക്ക പോലത്തെ ഈ മൈക്ക് നമുക്ക് സൂട്ടാക്കി ഇടാൻ പറ്റും. അതറിയാത്ത കുറേ ടെക്നീഷ്യന്മാരുണ്ട്. നമ്മളടുത്തൊരു ഇന്നൊരു ഷോപ്പ് വർക്ക് വന്നപ്പോൾ, അതിന് കുറ്റപ്പെടുത്താൻ പറയല്ല കേട്ടോ, അറിയാത്തതുകൊണ്ടാണ്. ഷോപ്പ് വർക്ക് വന്നപ്പോൾ ഓൻ പറഞ്ഞത് എൻ്റെ അടുത്ത് ഈ മൈക്കല്ല, അതൊന്ന് മാറ്റി തരുമെന്നാണ്. അപ്പോൾ ഓൻ്റെ അടുത്തുള്ള മൈക്ക് ഏതാ വെച്ചപ്പോൾ ഓൻ്റെ അടുത്ത് J2-ൻ്റെ മൈക്ക് ഉണ്ട്. നമുക്ക് ഈ J2-ൻ്റെ മൈക്ക അത് നമുക്ക് സൂട്ടാക്കാൻ പറ്റും. അതെങ്ങനെയെന്നുള്ളത് ഈ വീഡിയോ നോക്കിപ്പോയി. ഇതിൽ 3 ലെഗ് കാണിക്കുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു ഗ്രൗണ്ടും. അതെല്ലാവർക്കും അറിയാണ്ടാവും. ഇതും ഗ്രൗണ്ട്. ഇത് കണക്ഷന്, ഇത് കണക്ഷനാണ്. ഈ 2 ലെഗും കണക്ഷനും, ഇത് ഗ്രൗണ്ട്. ഈ മൈക്കിൻ്റെ അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റത്തതും കണക്ഷനാണ്. സെൻറ്ററത്തെ ഗ്രൗണ്ടും ഇതും ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മൾ ബോർഡിൽ ഈ സെൻറ്ററത്ത് പിന്നെ യു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ മൈക്കിലോടത്ത് വെക്കാൻ കഴിയും. ഈ മൈക്ക് വെക്കാൻ കഴിയും. സൈസൊക്കെ കൂടുതലാണെങ്കിലും ബോർഡത്തെ പ്രിൻറ്റ് കറക്റ്റ് ആയിരിക്കും ഇതിന്. ഈ സെൻറ്ററത്തത് മറക്കല്ലേ, ഈ സെൻറ്ററത്തത് യു ഇട്ടാൽ മതി. രണ്ടും കണക്ഷനാണ്. സെൻറ്ററിൽ ഈ റൗണ്ട് ഗ്രൗണ്ടും കിട്ടും. ഇത് ഗ്രൗണ്ടും ഇത് രണ്ടും കണക്ഷനും. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കേസുള്ളൂ. കാണുമ്പോൾ ചെറിയ വലിപ്പ വ്യത്യാസം തോന്നുമെങ്കിലും ബോർഡിൽ കറക്റ്റായിരിക്കും ഇതിൻ്റെ പിന്നൗട്ട്. ഇതിന് യു വിട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഓക്കെ, ഇങ്ങനത്തെ ഇതുപോലത്തെ ഇൻഫർമേഷൻ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ ഫോളോ ചെയ്ത് വെച്ചു.